ഇന്ത്യൻ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയുടെ ചരിത്രത്തിലെ അംബാസിഡറിന്റെ സ്ഥാനം മറ്റൊരു വാഹനത്തിനും അവകാശപ്പെടാനില്ലാത്തതാണ്. 1957 മുതൽ 2014 വരെ നീണ്ട നൂറ്റാണ്ടിന്റെ പാരമ്പര്യമാണ് അംബാസിഡറിന് പറയാനുള്ളത്. ഒരു കാലത്ത് ഇന്ത്യയിലെ ഭരണാധികാരികൾ മുതൽ സാധാരണക്കാരായ ടാക്സി തൊഴിലാളികളുടെ വരെ വിശ്വസ്തനായിരുന്ന ഒരു വാഹനം. നമുക്ക് അംബാസിഡറിന്റെ ചരിത്രവും ഒപ്പം വിവിധ മോഡലുകളെ കുറിച്ചെല്ലാം വേഗത്തിലൊന്ന് പരിചയപ്പെടാം. റെയർ റൈഡ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അംബാസിഡറിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് അംബാസിഡറിന്റെ നിർമ്മാതാക്കളായ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിനെ കുറിച്ച് കൂടി പറയേണ്ടതുണ്ട്. 1942 ഇന്ത്യയിലെ വ്യവസായ പ്രമുഖനായ BM ബിർള ബ്രിട്ടീഷ് വാഹന നിർമ്മാതാക്കളായ മോറിസ് മോട്ടോഴ്സുമായി ചേർന്ന് ഇന്ത്യയിൽ വാഹനങ്ങൾ അസംബ്ലി ചെയ്ത് നിർമ്മിക്കാൻ ധാരണയായി. അങ്ങനെ ബ്രിട്ടീഷ് കാറുകളായ മോറിസ് 10 ഇന്ത്യയിൽ ഹിന്ദുസ്ഥാൻ 10 ആയും ഓക്സ്ഫോർഡ് സീരീസിന്റെ ആദ്യ മോഡലുകളിലൊന്നായ മോറിസ് ഓക്സ്ഫോർഡ് MOA ഹിന്ദുസ്ഥാൻ 14 ആയും ഒപ്പം മോറിസ് മൈനറിനെ ബേബി ഹിന്ദുസ്ഥാനായും ഇന്ത്യയിൽ അവതരിപ്പിച്ചു. കൂടാതെ നമ്മുടെ അംബാസിഡറിന്റെ മുൻഗാമിയായ മോറിസ് ഓക്സ്ഫോർഡ് സീരീസ് സെക്കൻഡിനെ ഹിന്ദുസ്ഥാൻ ലാൻഡ് മാസ്റ്റർ എന്ന പേരിലും ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. അവിടെ നിന്നാണ് അംബാസിഡറിന്റെ കഥ തുടങ്ങുന്നത്. ഹിന്ദുസ്ഥാനുമായി ചേർന്ന് ഇന്ത്യയിൽ വാഹനങ്ങൾ നിർമ്മിക്കുന്നതിനും വളരെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ മോറിസിന്റെ പല മോഡലുകളും ഇന്ത്യയിലേക്ക് നേരിട്ട് ഇറക്കുമതി ചെയ്ത് ഇവിടെ വിൽപ്പന നടത്തിയിരുന്നു. 1954 ഹിന്ദുസ്ഥാൻ ലാൻഡ് മാസ്റ്റർ. മോറിസിന്റെ ഓക്സ്ഫോർഡ് സീരീസ് സെക്കൻഡ് എന്ന മോഡലാണ് ഹിന്ദുസ്ഥാൻ ലാൻഡ് മാസ്റ്ററായി ഇന്ത്യയിലേക്ക് വന്നത്. ബ്രിട്ടീഷ് മോട്ടോർ കോർപ്പറേഷൻ BMC നിർമ്മിച്ച ഓക്സ്ഫോർഡ് സീരീസിലുണ്ടായിരുന്ന അതേ 1476 cc 41 bhp ഉള്ള ഒരു സൈഡ് വാൽവ് ഇൻലൈൻ പെട്രോൾ എഞ്ചിനായിരുന്നു ലാൻഡ് മാസ്റ്ററിനുണ്ടായിരുന്നത്. ഓക്സ്ഫോർഡ് സീരീസിന്റെ ഒരു വുഡി വാഗൻ വേരിയന്റായ ട്രാവലറിന്റെ ഇന്ത്യൻ വെർഷനും ഇക്കാലത്ത് ഹിന്ദുസ്ഥാൻ ഇന്ത്യയിൽ അവതരിപ്പിച്ചിരുന്നു. 1957 അംബാസിഡർ OHV. 1957 BMCയുടെ തന്നെ ഒരു 1489 cc 52 bhp ഉള്ള ഒരു ഓവർഹെഡ് വാൽവ് എഞ്ചിൻ ലാൻഡ് മാസ്റ്ററിലേക്ക് വന്നു. അംബാസിഡർ OHV എന്ന് ഇത് അറിയപ്പെടാൻ തുടങ്ങി. 1962 അംബാസിഡർ മാർക്ക് സെക്കൻഡ്. മോറിസിന്റെ ഓക്സ്ഫോർഡ് സീരീസ് 3 എന്ന മോഡലിനെയാണ് അംബാസിഡർ മാർക്ക് സെക്കൻഡായി ഇന്ത്യയിൽ അവതരിപ്പിച്ചത്. ഫ്രണ്ട് ഗ്രില്ലിലും ഇന്റീരിയറിലും പ്രത്യേകിച്ച് ഡാഷ്ബോർഡിലുമാണ് പ്രധാന മാറ്റങ്ങൾ വന്നത്. BMCയുടെ 1.5 ലിറ്റർ എഞ്ചിൻ അതേപോലെ തുടർന്നു. കൂടാതെ മോറിസ് ഓക്സ്ഫോർഡ് ട്രാവലറിനെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച അംബാസിഡറിന്റെ ഒരു സ്റ്റേഷൻ വാഗൻ മോഡലും ഈ കൂട്ടത്തിൽ ഇന്ത്യയിൽ അവതരിപ്പിച്ചിരുന്നു. 1975 അംബാസിഡർ മാർക്ക് 3. ഫ്രണ്ട് ഗ്രില്ലിൽ വീണ്ടും മാറ്റങ്ങൾ കൊണ്ടുവന്നു. കൂടാതെ പുതിയൊരു ഡാഷ്ബോർഡും. BMCയുടെ നിലവിലെ എഞ്ചിൻ കൂടാതെ ഒരു 1760 cc മോറിസിന്റെ ഒരു പെട്രോൾ എഞ്ചിൻ കൂടി മാർക്ക് 3ക്ക് ഓപ്ഷണലായി ഉണ്ടായിരുന്നു. ഇന്ത്യൻ വാഹനങ്ങളിൽ എയർ കണ്ടീഷൻ സിസ്റ്റം വന്നു തുടങ്ങിയ കാലമായിരുന്നു അത്. അഡീഷണലായി AC ഫിറ്റ് ചെയ്യാൻ BMCയുടെ നിലവിലെ എഞ്ചിൻ പര്യാപ്തമാവില്ല എന്ന് കണ്ടാണ് ഈ പുതിയൊരു എഞ്ചിൻ ഓപ്ഷൻ കൂടി മാർക്ക് 3ക്ക് കൊണ്ടുവന്നത്. കൂടാതെ സ്റ്റാൻഡേർഡ്, ഡീലക്സ് എന്നിങ്ങനെ 2 വേരിയന്റുകളും മാർക്ക് 3ക്ക് ഉണ്ടായിരുന്നു. പ്രധാനമായും ടാക്സി ഉപയോഗങ്ങൾക്കായി സ്റ്റാൻഡേർഡും കുറച്ചുകൂടി മെച്ചപ്പെട്ട ഇന്റീരിയർ ഉണ്ടായിരുന്ന ഡീലക്സ് സ്വകാര്യ ആവശ്യങ്ങൾക്കുമായാണ് വിറ്റുപോയിരുന്നത്. വെറും 4 വർഷകാലം മാത്രം 1975 മുതൽ 1979 വരെ മാത്രം പ്രൊഡക്ഷനിലുണ്ടായിരുന്ന മാർക്ക് 3 അംബാസിഡറിന്റെ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ കാലം വിൽപ്പനയിലുണ്ടായിരുന്ന ഒരു മോഡൽ കൂടിയാണ്. 1979 അംബാസിഡർ മാർക്ക് 4. പതിവ് പോലെ ഹിന്ദുസ്ഥാൻ ഗ്രില്ലും ഇൻഡിക്കേറ്ററിന്റെ ഡിസൈനും ഇന്റീരിയറുമെല്ലാം അഴിച്ചു പണിതു. പെട്രോൾ എഞ്ചിൻ കൂടാതെ BMCയുടെ തന്നെ ഒരു 1489 cc 37 bhp ഉള്ള ഒരു ഇൻലൈൻ 4 സിലിണ്ടർ ഡീസൽ എഞ്ചിൻ കൂടി ആദ്യമായി അംബാസിഡറിൽ വന്നു. പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയിൽ വലിയ വ്യത്യാസമുണ്ടായിരുന്ന അക്കാലത്ത് ഒരു ഡീസൽ എഞ്ചിൻ വന്നതോടുകൂടി അംബാസിഡർ കൂടുതൽ ജനകീയമായി എന്ന് പറയാം. ഇന്ത്യയുടെ ആദ്യത്തെ ഡീസൽ കാറും അംബാസിഡർ മാർക്ക് 4 ആയിരുന്നു. ഇക്കാലത്ത് തന്നെ ഹിന്ദുസ്ഥാൻ പോർട്ടർ എന്ന പേരിൽ അംബാസിഡറിന്റെ ഒരു പിക്കപ്പ് വെർഷൻ കൂടി അവതരിപ്പിച്ചിരുന്നുവെങ്കിലും ഇത് വിപണിയിലെത്തിയോ എന്ന കാര്യം കൃത്യമായി അറിയില്ല. 1990 അംബാസിഡർ നോവ. 5th ജനറേഷൻ അംബാസിഡർ നോവ നിലവിൽ വന്നു.
ഇത്തവണ എക്സ്റ്റീരിയർ ഭംഗിയേക്കാൾ ടെക്നിക്കലി ആണ് കൂടുതൽ അപ്ഡേറ്റ് ആയത്. പുതിയ സ്റ്റിയറിംഗ് കോളവും കൺസോളും, കൂടാതെ ഡ്യുവൽ സർക്യൂട്ട് ബ്രേക്ക് സിസ്റ്റവും കൂടുതൽ മെച്ചപ്പെട്ട സസ്പെൻഷനും ക്ലച്ചും. ഡീലക്സ് എന്ന പെട്രോൾ മോഡലും DX എന്ന ഡീസൽ മോഡലുമാണ് നോവയ്ക്ക് വന്നിരുന്നത്. 1993 അംബാസിഡർ 1800 ISSR. വർഷങ്ങളോളം അംബാസിഡറിൽ ഉണ്ടായിരുന്ന ആ 1.5 ലിറ്റർ BMCയുടെ പെട്രോൾ എഞ്ചിനെ മാറ്റി ഇസുസുവിന്റെ ഒരു 1817 cc 75 bhp ഉള്ള ഒരു ഇൻലൈൻ 4 പെട്രോൾ എഞ്ചിനും ഒരു 5 സ്പീഡ് ഗിയർ ബോക്സും അംബാസിഡറിൽ വന്നു. ബക്കറ്റ് സീറ്റും നോവയെക്കാളും മെച്ചപ്പെട്ട ബ്രേക്ക് സിസ്റ്റവും ക്ലച്ചും ഇന്റീരിയറുമെല്ലാം 1800 ISSന് ഉണ്ടായിരുന്നു. 1998 അംബാസിഡർ ക്ലാസിക്. 98 ഇറങ്ങിയ അംബാസിഡർ ക്ലാസിക്കിന് പുതിയൊരു എഞ്ചിൻ കൂടി ഉണ്ടായിരുന്നു. പിൽക്കാലത്ത് വന്ന ഒരുപാട് അംബാസിഡർ മോഡലുകളിൽ നമ്മൾ കണ്ട 1500 DSL എന്ന് വിളിക്കുന്ന ആ 1.5 ലിറ്റർ സ്ട്രൈഡ് എഞ്ചിൻ, 1489 cc 36 bhp ഉള്ള ഈ ഡീസൽ എഞ്ചിൻ കൂടാതെ നിലവിലെ പെട്രോൾ മോഡലുകളിൽ LPG CNG വേരിയന്റുകളും അംബാസിഡർ ക്ലാസിക്കിന് വന്നിരുന്നു. 2000 ഇസുസുവിന്റെ തന്നെ ഒരു 1995 cc 52 bhp ഉള്ള 2000 DSL എന്ന് വിളിക്കുന്ന ഒരു ഡീസൽ എഞ്ചിൻ കൂടി അംബാസിഡർ ക്ലാസിക്കിലേക്ക് കൊണ്ടുവരുന്നത്. 2003 അംബാസിഡർ ഗ്രാൻഡ്. ക്ലാസിക്കിനു ശേഷം 2003 അംബാസിഡർ ഗ്രാൻഡിനെ അവതരിപ്പിച്ചു. അപ്പോഴേക്കും ഹിന്ദുസ്ഥാന്റെ മറ്റു മോഡലുകളായ കോണ്ടസിയും ട്രക്കറുമെല്ലാം ഏതാണ്ട് അരങ്ങൊഴിഞ്ഞിരുന്നു. മിസ്തുബിഷിയുടെ വാഹനങ്ങൾ അസംബിൾ ചെയ്ത് വിറ്റിരുന്നെങ്കിലും ഹിന്ദുസ്ഥാന്റെ പേരിൽ ആ സമയത്തുണ്ടായിരുന്ന ഏക മോഡലും അംബാസിഡർ ആയിരുന്നു. അംബാസിഡറിന്റെ അടിസ്ഥാന രൂപഭാവങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ 137 പുതിയ മാറ്റങ്ങളുമായാണ് പുതിയ അംബാസിഡർ ഗ്രാൻഡിനെ നിരത്തിലെത്തിച്ചിരിക്കുന്നതെന്നാണ് അന്ന് ഹിന്ദുസ്ഥാൻ അവകാശപ്പെട്ടിരുന്നത്. അംബാസിഡർ ക്ലാസിക്കിലുണ്ടായിരുന്ന ഇസുസുവിന്റെ 1995 cc നാച്ചുറലി ആസ്പിറേറ്റഡ് ഡീസൽ എഞ്ചിനും 1.8 ലിറ്റർ പെട്രോളും കൂടാതെ സ്ട്രൈഡ് എഞ്ചിനുമാണ് അംബാസിഡർ ഗ്രാൻഡിനുണ്ടായിരുന്നത്. ഇതിനോടകം തന്നെ നിലവിലെ ഇസുസു പെട്രോൾ എഞ്ചിനിൽ MBFIയും ഡീസലിന് ടെർബോയും അംബാസിഡറിൽ വന്നിരുന്നു. ഇപ്പോഴും വലിയ ഡിമാൻഡുള്ള 2 മോഡലുകളാണവ. 2004 അംബാസിഡർ അവിഗോ. അംബാസിഡറിന്റെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് രൂപം എന്ന പോലെ 2004 ഹിന്ദുസ്ഥാൻ അവതരിപ്പിച്ച ഒരു മോഡലായിരുന്നു അവിഗോ. അംബാസിഡറിന്റെ പരിണാമയാത്രയിലെ മൈൽ സ്റ്റോൺ ആവേണ്ടിയിരുന്ന ഒരു മോഡൽ. എന്നാൽ വളരെ കുറച്ച് എണ്ണം വാഹനങ്ങൾ മാത്രമേ ഹിന്ദുസ്ഥാൻ ഇത് നിർമ്മിക്കാൻ കഴിഞ്ഞുള്ളൂ. ഇസുസുവിന്റെ പെട്രോൾ ഡീസൽ എഞ്ചിനുകളാണ് അവിഗോയ്ക്ക് ഉണ്ടായിരുന്നത്. 2011 ഹിന്ദുസ്ഥാൻ വീർ. 2011 വീർ എന്ന പേരിൽ പണ്ട് പരാജയപ്പെട്ടു പോയ ഹിന്ദുസ്ഥാൻ പോർട്ടർ പിക്കപ്പിന്റെ പുതിയൊരു വേർഷൻ കൂടി അവതരിപ്പിച്ചിരുന്നെങ്കിലും ഇതൊന്നും വിപണിയിലത്ര സജീവമായില്ല. പാസഞ്ചർ, സ്റ്റേഷൻ വാഗൻ, പിക്കപ്പ് മോഡലുകൾ കൂടാതെ ആംബുലൻസ്, കാർഗോ, മറ്റു യൂട്ടിലിറ്റി ആവശ്യങ്ങൾക്കായുള്ള ഡ്രൈവവേ ഷാസികളും പല കാലഘട്ടത്തിലും അംബാസിഡറിനുണ്ടായിരുന്നു. 2013 അംബാസിഡർ എൻകോർ. 2014 അംബാസിഡറിന്റെ ഇന്ത്യയിലെ നീണ്ട 57 വർഷങ്ങളുടെ ജൈത്രയാത്ര അവസാനിക്കുന്നത് എന്ന് പറയാം. 1.5 ലിറ്റർ സ്ട്രൈഡ് എഞ്ചിനോട് കൂടിയ എൻകോർ എന്നൊരു മോഡലിനെ കൂടി അവതരിപ്പിച്ച ശേഷം ഏറെ വർഷങ്ങളായി വിൽപ്പനയിലും ഡിമാൻഡിലും ഒരുപാട് വെല്ലുവിളികൾ നേരിട്ട അംബാസിഡർ ആധുനിക ഇന്ത്യൻ, ജാപ്പാനീസ് എതിരാളികളുമായി പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഇന്ത്യൻ വാഹന വിപണിയിൽ നിന്നും വിട പറഞ്ഞു. ഒരു കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും വിലപിടിപ്പുള്ള കാറുകളിൽ ഒന്നായിരുന്നു അംബാസിഡർ. എന്നാൽ എല്ലാം തികഞ്ഞ കുറ്റമറ്റൊരു വാഹനവും ആയിരുന്നില്ല. BMC എഞ്ചിനുകളുടെ വലികുറവ്, ഓവർ ഹീറ്റിംഗ്, ഇലക്ട്രിക്കൽ പ്രശ്നങ്ങൾ, ഓയിൽ ലീക്ക്, അങ്ങനെ അക്കാലത്തെ മിക്ക വാഹനങ്ങളെ പോലെ അംബാസിഡറിനും ഒരുപാട് കുറവുകൾ ഉണ്ടായിരുന്നു. എങ്കിലും യാത്രാസുഖത്തിന്റെ കാര്യത്തിൽ അംബാസിഡറാണ് പലരുടെയും മനസ്സിൽ ഒരു ബെഞ്ച് മാർക്കായി നിലനിന്നിരുന്നത്. അതുതന്നെയായിരുന്നു അംബാസിഡറിന്റെ വിജയവും. കാലാനുസൃതമായ മാറ്റങ്ങൾ അംബാസിഡറിൽ കൊണ്ടുവരാൻ കഴിയാതെ പോയതാണ് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന്റെ പരാജയ കാരണമെന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്നാൽ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് പോലെ താരതമ്യേന കുറഞ്ഞ ടെക്നിക്കൽ റിസോഴ്സ് ഉണ്ടായിരുന്ന ഒരു കമ്പനിയുടെ പരമാവധി ശ്രമങ്ങളാണ് 2014 വരെ അംബാസിഡറിനെ ഇന്ത്യൻ വാഹന വിപണിയിൽ പിടിച്ചു നിർത്താൻ സഹായകരമായതെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അംബാസിഡറുമായി ബന്ധപ്പെട്ട് ചില രസകരമായ കാര്യങ്ങളും രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതേക്കുറിച്ചെല്ലാം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പറയാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയെന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി.